2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത ഉമാ തോമസ് കേരളത്തെ തകർക്കരുത് എന്നതാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഉമാ തോമസ് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ നിയമസഭയിൽ തുറന്നു കാട്ടിയത്. KSRTCയും സപ്ലൈകോയും ഒക്കെ ഉമാ തോമസിന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഉമാ തോമസിന്റെ ആ പ്രസംഗത്തിലേക്ക്. ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിനെ ഞാൻ എതിർക്കുകയാണ്. കേരളം നേരിടുന്ന സമാനതകളില്ലാത്ത ധനകാര്യ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണങ്ങൾ പരിശോധിക്കാനോ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനോ അതിനാവശ്യമായ ധനപരിഷ്കരണങ്ങൾ പ്രഖ്യാപിക്കുന്നതിനോ ബജറ്റിൽ നടപടികൾ ഉള്ളതായി കാണുന്നില്ല. ഒരു ധവളപത്രം പുറപ്പെടുവിച്ച് ധനസ്ഥിതിയുടെ യഥാർത്ഥ ചിത്രം ജനങ്ങളെ അറിയിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ധനധൂർത്തുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു നിർദ്ദേശവും ഇല്ല. കേന്ദ്ര വിഹിതത്തിൽ 57,400 കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയതിനാൽ സംസ്ഥാനം പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുമ്പോഴും ഏതൊക്കെ ഇനത്തിലാണ് മേൽപ്പറഞ്ഞ ഫണ്ട് ലഭിക്കാനുള്ളത് എന്നതിൻ്റെ വസ്തുതാപരമായ വിവരങ്ങൾ നൽകുന്നുമില്ല. കർഷക വിരുദ്ധ നയമാണ് സാർ ഈ ബജറ്റിലുള്ളത്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാർ താങ്ങുവില 180 രൂപയായാണ് പ്രഖ്യാപിച്ചത്. നിലവിൽ താങ്ങുവില 170 രൂപയാണ്. സർ, നടപ്പ് സീസണിൽ ജൂലൈയിൽ പദ്ധതി ആരംഭിച്ചുവെങ്കിലും നവംബറിലാണ് ബിൽ അപ്ലോഡ് ചെയ്യാൻ സൗകര്യമൊരുക്കിയത്. ഡിസംബർ ആദ്യം പ്രവർത്തനം നിലച്ച വെബ്സൈറ്റ് പുനരാരംഭിച്ചത് ജനുവരി മാസമാണ്. സർ, റബ്ബർ ബോർഡിൽ ഫീൽഡ് സ്റ്റാഫുകളുടെ എണ്ണം കുറവായതിനാൽ വളരെ കുറച്ച് ബില്ലുകൾ മാത്രമാണ് നിലവിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 3 ബജറ്റുകളിലായി 1,600 കോടി രൂപ വിലസ്ഥിരതാ ഫണ്ട് എന്ന പേരിൽ പ്രഖ്യാപിച്ചിട്ട് 3 വർഷവും കൂടി 200 കോടി രൂപ മാത്രമാണ് ആകെ നൽകിയിട്ടുള്ളത്. സപ്ലൈകോയെ പാടെ അവഗണിച്ചാണ് സാർ ഈ ബജറ്റ്. വിലക്കയറ്റം അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കി സാധാരണക്കാരന് ആശ്വാസം പകരുന്ന രീതിയിൽ വിപണി ഇടപെടൽ നടത്തേണ്ട സപ്ലൈകോയെ പൂർണ്ണമായും അവഗണിച്ചതിലൂടെ ഈ സർക്കാരിൻ്റെ മുൻഗണനയിൽ സാധാരണ ജനങ്ങൾ ഇല്ല എന്നത് വ്യക്തമാണ്. നെല്ല് സംഭരണം, സബ്സിഡി സാധനങ്ങളുടെ വിതരണം, സ്കൂൾ ഉച്ചഭക്ഷണത്തിന് അരി എത്തിക്കൽ തുടങ്ങിയ സർക്കാർ സേവനങ്ങൾ എല്ലാം സപ്ലൈകോ കടമെടുത്താണ് ചെയ്തത്. ഈ വകയിൽ 3,000 കോടിയിലേറെ രൂപ സർക്കാർ സപ്ലൈകോയിലേക്ക് നൽകാനുണ്ട്. 13 ഇനം സബ്സിഡി സാധനങ്ങൾ പ്രതിമാസം 35 മുതൽ 45 ലക്ഷം വരെ റേഷൻ കാർഡ് ഉടമകൾ സപ്ലൈകോയുടെ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങിക്കൊണ്ടിരുന്നതാണ്. ഈ ഇടപെടലിന് പ്രതിവർഷം ചിലവാക്കിയിരുന്നത് 315 കോടി രൂപയാണ്. എന്നാൽ ഈ വർഷം ഇതിനായി വെച്ചിരിക്കുന്നത് 190 കോടി രൂപ മാത്രമാണ്. ഈ ഇനത്തിൽ കുടിശ്ശിക 1,432.33 കോടിയും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗ്രാന്റ് കുടിശ്ശിക 1,850 കോടി, കരാറുകാർക്ക് കൊടുക്കാൻ 12,000 കോടി, ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടിശ്ശിക 23,000 കോടി, ആരോഗ്യരംഗത്തെ കുടിശ്ശിക 20,210 കോടി, ജലജീവൻ മിഷൻ പദ്ധതി കുടിശ്ശിക 1,397 കോടി. 4 അക്ക കുടിശ്ശികകളേക്കാൾ കൂടുതലാണ് സാർ 3 അക്കത്തിൻ്റെയും 2 അക്കത്തിൻ്റെയും കുടിശ്ശിക. ജീവിതകാലം മുഴുവൻ വളയം പിടിച്ചും ടിക്കറ്റ് കൊടുത്തും റിട്ടയർ ചെയ്ത KSRTC ജീവനക്കാർ പെൻഷൻ കിട്ടാതെ ദുരിതക്കയത്തിലാണ് സാർ. 1ാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് മുതൽ KSRTCക്കായി രക്ഷാ പാക്കേജ് ഉണ്ടാകുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിലും നാളിതുവരെ യാതൊന്നും നടപ്പാക്കിയിട്ടില്ല. KSRTC ഹരിത വാഹനത്തിലേക്ക് മാറുന്ന പദ്ധതികൾ 1ാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ പറഞ്ഞു തുടങ്ങിയിട്ട് ഈ ബസ്സുകൾക്കായുള്ള ടെൻഡർ റദ്ദാക്കുകയും ഡീസൽ ബസ്സുകൾ വാങ്ങുന്നതിന് തുക അനുവദിക്കുകയും ചെയ്തതിൻ്റെ കാര്യത്തിലുള്ള വസ്തുത വ്യക്തമാക്കുവാൻ സർക്കാർ തയ്യാറാകണം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ എംപാനൽ ചെയ്ത ആശുപത്രികൾക്ക് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ള തുക 1,128.69 കോടി രൂപയെക്കുറിച്ച് ബജറ്റിൽ പരാമർശം ഇല്ല. സർ, കുടിശ്ശിക ലഭിക്കാത്തതിനാൽ പല ആശുപത്രികളും ഈ പദ്ധതിയിലൂടെ നൽകുന്ന സേവനങ്ങൾ അവസാനിപ്പിച്ചു. മെഡിക്കൽ കോളേജുകളും
മെഡിക്കൽ കോളേജുകളിൽ മരുന്നുകളും ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സാമഗ്രികളും ഇല്ലാത്തതിനാൽ പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് കടം വാങ്ങി ചികിത്സ നൽകിയിരുന്നു. എന്നാൽ വലിയ തോതിൽ കുടിശ്ശിക ആയതോടെ ഇത്തരം സേവനങ്ങളും നിലച്ചിരിക്കുകയാണ്. സർ, എൻ്റെ മണ്ഡലത്തിൽ ഒരു താലൂക്ക് ആശുപത്രി കൊണ്ടുവരുമെന്ന് ബൈ-ഇലക്ഷൻ കാലത്ത് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെ അത് നടന്നിട്ടില്ല. സർ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നാളെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി കേരളത്തിലെ വായ്പാ പരിധി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ചർച്ച നടത്തുകയാണല്ലോ. സംസ്ഥാനത്തിന് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞാണല്ലോ കേരളം സുപ്രീം കോടതിയിൽ കേസിന് പോയത്. ഈ പണം ഇങ്ങനെ കടം മേടിച്ചാൽ നാം എവിടെ നിന്ന് തിരിച്ചടയ്ക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സർ, തിരിച്ചടവിന് മാർഗം കാണാതെ പണം കടമെടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും രാജ്യങ്ങളാണെങ്കിലും മുതലും പലിശയും തിരിച്ചടയ്ക്കാൻ കഴിയാതെ തകർന്നു പോയ ചരിത്രമാണുള്ളത്. സാർ, ഈ നാട് തകരരുത്, തളരരുത്, തകർക്കാനാവരുത് എന്നൊക്കെയാണ് ഞങ്ങളുടെയും ആഗ്രഹവും ആവശ്യവും. നമ്മൾ കടം മേടിക്കുന്ന തുക ഉപയോഗിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കാതിരിക്കാൻ സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്ക് കോടികൾ ഫീസ് ഇനത്തിൽ നൽകാനല്ലേ? രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തിയ കേസുകളിൽ CBI അന്വേഷണം നടത്താതിരിക്കാൻ വക്കീലന്മാർക്ക് കോടികൾ അല്ലേ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? വരുമാനത്തിനനുസരിച്ച് ചെലവഴിച്ച് ജനക്ഷേമകരമായ പരിപാടികളും വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് സർക്കാരിൻ്റെ കാര്യക്ഷമത പ്രകടമാകുന്നത്. ഇക്കാര്യത്തിൽ നിലവിലുള്ള സർക്കാരും അതിൻ്റെ ധനകാര്യ വകുപ്പും അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക എന്ന പഴഞ്ചൊല്ലി കേട്ടിട്ടുള്ളൂ. ആ അവസ്ഥയിലാണ് സർ ഇപ്പോൾ കേരളം. സർ, എന്തു പേരിട്ട് വിളിച്ചാലും ഈ പ്രതിസന്ധിയുടെ സത്യവും ആഴവും ജനം അറിയണം. ദുരഭിമാനത്തിൻ്റെ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നം ചർച്ച ചെയ്യാനും പരിഹാരമാർഗം തേടാനും സർക്കാർ തയ്യാറാകണം. സർ, സംസ്ഥാനത്തെ നികുതി വിഭാഗത്തിലെ ഇൻ്റലിജൻസ് സംവിധാനം പാടെ തകർന്നു കിടക്കുകയാണ്. സർ, കണക്കിലെ കളികൾ ഉപയോഗിച്ചും കേന്ദ്രത്തെ പഴിച്ചും ധനമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന അലസ മനോഭാവത്തിലാണ് GST വകുപ്പ്. സംസ്ഥാനത്തിൻ്റെ അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകളും നാമമാത്രമായി. അവിടുത്തെ ക്യാമറകൾ പോലും പ്രവർത്തിക്കുന്നില്ല. സർ, 2 മിനിറ്റ് കൂടെ. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കഴിഞ്ഞ ബജറ്റിൽ പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സെസ് ഏർപ്പെടുത്തി ജനങ്ങളിൽ നിന്നും പണം പിരിച്ചു. എന്നാൽ ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ 6 മാസമായി വിതരണം ചെയ്തിട്ടില്ല. സാർ, ക്ഷേമ പെൻഷനിൽ 100 രൂപ പോലും വർധനവുണ്ടായിട്ടില്ല എന്നുള്ളത് അടുത്ത കാര്യം. സർ, പെൻഷൻ കുടിശ്ശിക വിതരണത്തിനായി ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള പ്രായോഗിക ബദൽ മാർഗങ്ങൾ ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടുമില്ല. സ്ത്രീ സുരക്ഷ, ജെൻഡർ ബജറ്റ് എല്ലാം വെറും പൊള്ളത്തരമാണ് എന്ന് സർക്കാർ തെളിയിക്കുന്നു. സർ, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞ പദ്ധതി വീതത്തിൽ അനുവദിച്ച 994.84 കോടി രൂപയിൽ വെറും 21.98 മാത്രമാണ് നാളിതുവരെ ചെലവഴിച്ചത്. കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കേസുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തുന്ന ഈ ബജറ്റിനെ ഞാൻ നിശ്ചിതമായി എതിർക്കുകയാണ്.